പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപയുടെ യോഗ്യതയാൽ കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ കുരിശുയർത്തി പ്രാർത്ഥിക്കുന്ന കർത്താവേ, വിശ്വാസത്തിൻ്റെ സേവ ഉയർത്തിക്കൊണ്ട് അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് അങ്ങയുടെ മക്കളെ ആശങ്കയോടെ കാണുന്ന ഓരോ വിഷയങ്ങളിലും കർത്താവിൻ്റെ ചൈതന്യം തുളുമ്പട്ടെ. ഇന്ന് അങ്ങയുടെ മക്കൾ യാത്ര പോകുമ്പോൾ പേടിക്കുന്ന ഓരോ വിഷയങ്ങളുടെ മേലും കർത്താവിൻ്റെ ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശുപത്രിയിൽ പോണവരുണ്ട്, ക്രയവിക്രയങ്ങൾക്ക് പോണവരുണ്ട്, വിവാഹ കാര്യങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നവരുണ്ട്, അതുപോലെ തന്നെ ഓരോരോ ബിസിനസ്സിന് പോകുന്നവരുണ്ട്. കർത്താവ് അങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും കർത്താവിനാൽ നയിക്കപ്പെടാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ വീണ്ടും നീ ഇന്ന് രാത്രി വിശ്രമിക്കാൻ തിരിച്ചു വരുന്നവരെ കർത്താവിൻ്റെ ചൈതന്യം നിന്നെ ആവസിക്കട്ടെ, നിന്നെ സംരക്ഷിക്കട്ടെ. അമ്മ പരിശുദ്ധമ്മ ദേവമാതാവ് തൻ്റെ നീലമേലങ്കിയാൽ നിന്നെ പൊതിഞ്ഞ് സൂക്ഷിക്കട്ടെ. ദിവസങ്ങളിലെ പള്ളികളിൽ വായിച്ച സുവിശേഷം എനിക്ക് വേറിട്ട ഒരു ചിന്തയാണ് തന്നത്. അതായത് ദൈവം നമുക്ക് എല്ലാവർക്കും തിരിച്ചറിയൽ കാർഡുണ്ടല്ലോ. അപ്പോൾ ദൈവം തിരിച്ചറിയൽ കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 3 തരം തിരിച്ചറിയൽ കാർഡാണത് ഉള്ളത്. എന്നിട്ട് ഈശോ പറഞ്ഞത് ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയാം. മത്തായി 12:33. ഒന്നുകിൽ വൃക്ഷം നല്ലത്, ഫലവും നല്ലത്, അല്ലെങ്കിൽ അല്ലെങ്കിൽ വൃക്ഷം ചീത്ത,
വൃക്ഷം ചീത്ത, ഫലവും ചീത്ത. ഫലവും ചീത്ത. എന്തെന്നാൽ ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ മനസ്സിലാക്കുന്നത്. ലൂക്ക 6:44 ഇതിന്റെ ഒരു വിശദാംശങ്ങളുണ്ട്. ഓരോ വൃക്ഷവും ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു. മുൾച്ചെടിയിൽ നിന്ന് അത്തിപ്പഴമോ ഞെരിഞ്ഞിലിൽ നിന്ന് മുന്തിരിപ്പഴമോ ലഭിക്കുന്നില്ലല്ലോ. ഇവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. ആൾക്കാരുടെ സ്വഭാവത്തിൽ മിക്സഡ്. ചില കാര്യത്തിൽ നല്ലതായിരിക്കും, ചില കാര്യത്തിൽ മോശമായിരിക്കും. ഇപ്പം ചില ആൾക്കാർ നമ്മൾ ഇൻട്രൊഡ്യൂസ് പറയുമ്പോൾ നമ്മൾ പറയും നല്ല പൊതുദയുള്ള ആളാണ്, വിനയമുള്ള ആളാണെന്നൊക്കെ പറയും, നമുക്ക് കൊണ്ടു നടക്കാമെന്നൊക്കെ പറയും. പക്ഷെ വേറൊരാൾ പറയും അവനെ അടുപ്പിക്കാൻ കൂടാതെ. അപ്പോൾ നമ്മളിപ്പോൾ പ്രായോഗിക ജീവിതത്തിൽ എന്താ കാണുന്നത്? ഒരു വൃക്ഷത്തിൽ തന്നെ പലതരം പഴങ്ങളാണ്. വിഷപ്പഴങ്ങളും ഉണ്ട്, വിശപ്പിന് പറ്റിയ പഴങ്ങളും ഉണ്ട്. പക്ഷെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ സുവിശേഷത്തിൻ്റെ ഒരു നിലപാടെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്, പകുതി കൊള്ളാം പകുതി കൊള്ളത്തില്ല, അങ്ങനെ ഒരു സാധനം സുവിശേഷം അഡ്മിറ്റ് ചെയ്യണില്ല. നമ്മുടെ എല്ലാവരുടെയും ഒരു തെറ്റിദ്ധാരണ ഇതാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ സംസാരം ഒന്നെങ്കിൽ യേസ് ആയിരിക്കണം അല്ലെങ്കിൽ നോ ആയിരിക്കണം എന്ന് ഈശോ പറയും. മത്തായി 5:37 നിങ്ങളുടെ വാക്ക് അതെ അതെ എന്നോ യെസ് അതെ അതെ എന്നോ അല്ല അല്ല എന്നോ ആയിരിക്കട്ടെ. അല്ല എന്നോ ആയിരിക്കട്ടെ. ഇതിനപ്പുറമുള്ളത് ഇതിന്റെ വെളിയിലുള്ള സംഭവങ്ങൾ ദുഷ്ടനിൽ നിന്ന് വരുന്നു. അപ്പൊ അതായത് പാതി നന്മയും പാതി തിന്മയും അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് സത്യസുവിശേഷവും സത്യദൈവവും ഉൾക്കൊള്ളുന്നില്ല. എൻ്റെ പേര് അന്ന. ഞാൻ കാനഡയിൽ നിന്ന് വരുന്നു. ഞാൻ കാനഡയിൽ പോയത് 2020 PR കിട്ടിയിട്ടാണ് പോയത്. PR കിട്ടാൻ അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ദൈവസ്നേഹം കൊണ്ടും ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനം കൊണ്ടുമാണ് കിട്ടിയിരുന്നത്. എങ്കിൽ പോലും ഞാൻ അവിടെ ജോലിക്ക് കയറിയത് IT-യിലായിരുന്നു. ഞാൻ IT ജോലി എന്ന് പറയുന്നത് എനിക്ക് അതിൻ്റെ വർക്ക് കൾച്ചറും അതിൽ ഉള്ള കമ്മ്യൂണിക്കേഷനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് പോലെ തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നാട്ടിൽ വെച്ച് ടീച്ചിങ്ങിലേക്ക് കയറിയിരുന്നു. പക്ഷേ കാനഡയിൽ ചെന്നപ്പോൾ ടീച്ചിങ്ങിന് ഇനി വേറെ കോഴ്സൊക്കെ എടുക്കണമായിരുന്നു. അതുകൊണ്ട് തന്നെ IT ജോലി സുഖമായിട്ട് കിട്ടി. പക്ഷേ IT ജോലി കിട്ടിയെങ്കിലും എനിക്ക് എല്ലാ ദിവസവും ടെൻഷനായിരുന്നു, എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുവന്നും കമ്മ്യൂണിക്കേഷനും വർക്ക് കൾച്ചറും ഇതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമെന്നും. പ്രോഗ്രാമിങ്ങിനോട് എനിക്ക് ഇഷ്ടക്കേടൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ എങ്കിൽ പോലും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പോഴാണ് എൻ്റെ അമ്മ ഉടമ്പടിയെ കുറിച്ച് പറഞ്ഞു തന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു തീർത്ഥാടന സ്ഥലം പോലെയാ കരുതിയിരുന്നുള്ളൂ. അത്ര വലിയ തീക്ഷ്ണതയൊന്നും എനിക്ക് പ്രാർത്ഥനയിൽ ഉണ്ടായിരുന്നില്ല. ദൈവസ്നേഹമൊക്കെ ഉണ്ട്, എങ്കിൽ പോലും എനിക്ക് തീക്ഷ്ണത കുറവായിരുന്നു. ഞാൻ വിശുദ്ധ കുർബാനയും കുമ്പസാരവും ഒക്കെ രീതിയും ഒരു കാണിക്കലും ഒരു ഊഹമായിട്ടൊക്കെയാണ് കരുതിയിരുന്നത്. ദൈവത്തിൻ്റെ പരിപാലന ഉണ്ടെന്നോ ദൈവം കൂടെ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളൊരു ബോധ്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. എപ്പോഴൊക്കെയും ഉണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ നഷ്ടപ്പെട്ടു പോയിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞപ്പോൾ ഞാൻ അത് അമ്മ പറഞ്ഞ പോലെ ചെയ്യാമെന്ന് അനുസരണയോടുകൂടി ചെയ്തു. ഞാൻ എപ്പോഴൊക്കെ കമ്പനിയിൽ പ്രശ്നങ്ങളുണ്ടാവും ആ സമയമൊക്കെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമായിരുന്നു. എപ്പോഴും മീറ്റിങ്ങുകൾ വരുമ്പോൾ 10:30 ആയിരിക്കും കാലത്ത് മീറ്റിംഗ്. ആ സമയം പ്രത്യക്ഷീകരണ പ്രാർത്ഥന യൂട്യൂബിലിട്ട് കേൾക്കുമായിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമായിരുന്നു. ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഞാൻ ഇടുമായിരുന്നു. എൻ്റെ ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് എല്ലാ ദിവസവും പോകുമായിരുന്നു. ശരിക്കും 3 മാസമാണ് വാലിഡിറ്റി ഉള്ളത്. ഒരു പ്രാവശ്യം ഇട്ടാൽ പിന്നെ അവർ എക്സ്പയറായി അടുത്ത 3 മാസം കഴിയാതെ ഇനി ഇടാൻ പറ്റില്ലായിരുന്നു. പക്ഷേ എൻ്റെ പോയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു 5 മാസം 6 മാസത്തോളം എൻ്റെ ഫോണിൽ കോളുകളൊന്നും വരാറില്ല. പെട്ടെന്നിരിക്കെ സെപ്റ്റംബർ 29 എനിക്കൊരു കോള് വരുവാണ്. ആ വരണ കോള് ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ നിന്നാണ്. ഞാനതെടുത്തു. ഞാൻ പിന്നെ അത് മനസ്സിലാക്കിയില്ല, എൻ്റെ ഫോണിൽ കോള് വരില്ലായിരുന്നു. എപ്പോഴും അത് വോയിസ് മെസ്സേജിലേക്ക് പോകുമായിരുന്നു. പിന്നെ ഞാൻ നോക്കിയിട്ടാണ് അത് വോയിസ് മെസ്സേജിൽ നിന്ന് മെസ്സേജുകൾ എടുക്കിയിരുന്നത്. പക്ഷേ ഈ കോള് മാത്രം ഫ്രൈഡേ ഒരു 2:30 സെപ്റ്റംബർ 29 വന്നു. ഞാനതെടുത്തു. അതൊരു മൾട്ടിനാഷണൽ കമ്പനിയിലെ ഇൻ്റർവ്യൂ റിക്വസ്റ്റ് ആയിരുന്നു. എനിക്കൊരു ജോലി മാറ്റമൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഞാൻ അന്നിരുന്നാൽ പോലും ഇൻ്റർവ്യൂക്ക് യെസ് പറഞ്ഞു. മൺഡേ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു, ട്യൂസ്ഡേ സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞു. വെനസ്ഡേ ആയപ്പോൾ അവർ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷനുള്ള ഡീറ്റെയിൽസ് അയക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഈ പ്രസൻറ്റ് ജോലിയിൽ നിന്ന് മാറണ സിറ്റുവേഷൻ വരണ്ടല്ലോ. എനിക്ക് റിമോട്ടായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യായിരുന്നല്ലോ. ഞാൻ ജോലി മാറ്റമൊന്നുമല്ല ഉദ്ദേശിച്ചത്, IT-യിൽ നന്നായിട്ട് ജോലി ചെയ്യണമെന്നേ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ ഞാൻ 2 ദിവസം ഡിലേ വെച്ച് തേഴ്സ്ഡേ ആണ് ഈ ഫോമുകൾ സബ്മിറ്റ് ചെയ്തത്.
ഫ്രൈഡേ കാലത്ത് 10-10:30 എൻ്റെ പ്രസൻറ്റ് ജോലിയിൽ നിന്ന് ഒരു സെക്ഷൻ ആൾക്കാരെ ലേ ഓഫ് ചെയ്തു. അതിൻ്റെ അർത്ഥം തിങ്കളാഴ്ച മുതൽ എനിക്ക് ജോലിയില്ല ഈ പ്രസൻറ്റ് കമ്പനിയിൽ. പക്ഷേ എനിക്ക് പേടിയൊന്നും തോന്നിയില്ല, എനിക്ക് ധൈര്യം വന്നിരുന്നു. ഞാൻ മുട്ടുകുത്തി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിയിരുന്നു. ഒരു 2-2:30 ആയപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞ കമ്പനിയിൽ നിന്ന് കോൾ വന്നു, നിങ്ങൾ സെലക്റ്റഡ് ആയെന്ന്. എൻ്റെ ജോലി പോയ ദിവസം തന്നെ മാതാവ് എനിക്ക് ജോലി തരുമായിരുന്നു. അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല കഴിഞ്ഞ 7 ദിവസം നടന്നിരുന്നത് എന്താണെന്ന്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ കോള് പോകാത്ത ഫോണിൽ കോൾ വരികയും ഞാൻ അപ്ലൈ ചെയ്യാത്ത കമ്പനിയിൽ നിന്ന് കോൾ വരികയും അതിൽ നിന്ന് എനിക്ക് കിട്ടിയ ജോലി ഇപ്പം ചെയ്യുന്ന ജോലിയിനേക്കാളും ഭയങ്കരമായിട്ട് ഭേദവും സാലറി കൂടുതലും ഉള്ളതായിരുന്നു. അത് മാതാവിൻ്റെ വലിയ ഇടപെടലാണ്. അപ്പോൾ തന്നെ എനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കണമെന്നുള്ളൊരു ബോധ്യം കിട്ടി. ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലേക്ക് 2 ആഴ്ചയോളം ഡ്രൈ റൺ ചെയ്തു. എനിക്കത് ഭയങ്കര പേടിയായിരുന്നു, കാരണം ഉടമ്പടി നിബന്ധനകളൊക്കെ ചെയ്യാൻ പറ്റുമോ എനിക്ക് ഭയങ്കര ധൈര്യക്കുറവായിരുന്നു. അപ്പോൾ മാതാവിനോട് ആദ്യത്തെ നിയോഗം തന്നെ വെച്ചത് എനിക്ക് ഉടമ്പടിയിൽ നിലനിൽക്കാനുള്ള യോഗ്യത നൽകണമേ എന്നായിരുന്നു. അന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്ത പിറ്റേ ദിവസം മുതൽ ഞാൻ എന്നിൽ തന്നെ കുറേ മാറ്റങ്ങൾ കണ്ടു. ഞാൻ എൻ്റെ സീരിയൽ, സിനിമ എന്നിവ ഉപേക്ഷിച്ച് സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. പണ്ട് അമ്മ എനിക്ക് സാക്ഷ്യങ്ങൾ അയച്ചു തരാറുണ്ട്, ഞാൻ കേൾക്കില്ലായിരുന്നു. കാരണം എനിക്ക് കുറേ സീരിയലുകളും സിനിമയൊക്കെ കാണാനുണ്ടായിരുന്നു, എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. പക്ഷേ അന്ന് ദിവസം എൻ്റെ എല്ലാ സീരിയലുകളും മാതാവ് അവസാനിപ്പിച്ചു. അങ്ങനെ ഒരു വലിയ മാറ്റം ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും എനിക്കൊരു പേടി, ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ യോഗ്യതയുള്ളതാണോ എന്ന് എനിക്ക് തന്നെ ഒരു പേടി തുടങ്ങി. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ വെള്ളിയാഴ്ച കാലത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ വെറുതെ ഒന്ന് മയങ്ങിപ്പോയപ്പോൾ ഞാൻ മാതാവിനെ സ്വപ്നം കണ്ടു, കൂടെ ഒരു ഉണ്ണീഷവും സൈഡിൽ ഒരു കൊച്ചുമായിട്ട് നിൽക്കുന്നത്. അന്ന് ദിവസം മുതൽ ഇന്നേ വരെ എനിക്ക് IT-യിൽ ജോലി ചെയ്യാൻ യാതൊരു പേടിയുണ്ടായിരുന്നില്ല. അതിൻ്റെ പിറ്റേ ദിവസം ഇവിടെ ജപമാല റാലി നടക്കുന്ന ദിവസമായിരുന്നു. എൻ്റെ യോഗ്യത കൊണ്ടല്ല, ഞാൻ ഒരു വിഷൻ കാണാണ്, മാതാവും ഔസേ പിതാവും ഉണ്ണീശോയും കൂടെ ഒരു ഉണ്ണീശോയുടെ ഫോട്ടോവുമായിട്ട്. അപ്പോൾ തന്നെ എൻ്റെ ചെവിയിൽ ഇങ്ങനെ മാതാവിൻ്റെ ശബ്ദം ഇങ്ങനെ വരുവാണ്. അത് പറയുമായിരുന്നു, അവിടുന്ന് നിനക്ക് പറഞ്ഞു തരും. അതൊരു വല്ലാത്ത ബോധ്യങ്ങളായിരുന്നു. കാരണം ഞാൻ അന്ന് മുതൽ വിശുദ്ധ കുർബാന കഴിവതും മുടക്കാൻ നോക്കാറില്ല. ഞാൻ വിശുദ്ധ കുർബാനയിലേക്ക് ഓടിയിരുന്നു. എനിക്ക് മനസ്സിലായി, പിതാവായ ദൈവം, പുത്രനായ യേശുവും പരിശുദ്ധാത്മാവും കൂടെ വസിക്കുന്ന വേറെ ദൈവം നമുക്കില്ല. ഇത്രയും നന്നായിട്ട് നമ്മളെ പരിപാലിക്കുന്ന വേറൊരു ദൈവമില്ല എന്ന് മനസ്സിലായതോടുകൂടി എനിക്ക് എല്ലാത്തിലും ഉപരി ദൈവത്തിനോടുള്ള ആരാധന തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കുംഭസാരം ഞാൻ ചെയ്തിരുന്നില്ല. ഞാൻ വെറുതെ വിശുദ്ധ കുർബാന അറ്റൻഡ് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞ് അന്നേ ദിവസം മുതൽ എനിക്ക് വിശുദ്ധ കുംഭസാരം ചെയ്യാനുള്ള മാർഗങ്ങൾ മാതാവ് തന്നെ തുറന്നു തരുകയായിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ 1 ആഴ്ച 2 ആഴ്ചയിൽ മാക്സിമം ഞാൻ കുംഭസാരിച്ചിരുന്നു. അങ്ങനെ ഈ കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി. പിന്നെ എൻ്റെ മകന് ഒരു കോൺസ്റ്റിപ്പേഷൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അവൻ സോളിഡ് ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ അവൻ ആഴ്ചയിൽ 2-3 ദിവസം ഈ കരച്ചിൽ തന്നെയായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു റിലീഫും അവനുണ്ടായിരുന്നില്ല. പല ഡോക്ടർമാരെയും കാണിച്ചു. അവർ പറയും ഫ്രൂട്ട് ജ്യൂസ് കൊടുക്ക്, സപ്പോസിറ്ററി വെക്കുക, അങ്ങനെ പലതും വേറെ പ്രശ്നങ്ങളൊന്നും പറയുന്നില്ല. പക്ഷേ ഈ കൊച്ചിൻ്റെ കരച്ചിൽ കണ്ടു നിൽക്കാൻ പറ്റാറില്ലായിരുന്നു. എല്ലാ ആഴ്ചയും ഒരു 3 ദിവസം ഇത് തന്നെ റിപ്പീറ്റ് ആയിരുന്നു, ഒരു 4-4.5 വയസ്സ് വരെ. ഈ പ്രത്യക്ഷീകരണ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഞാൻ തൈലമൊക്കെ എനിക്ക് കിട്ടിയിരുന്നു. തൈലം തേച്ച് പ്രാർത്ഥിച്ചപ്പോൾ മുതൽ അവന് കോൺസ്റ്റിപ്പേഷൻ്റെ പ്രോബ്ലം ഇപ്പില്ല. ഇപ്പോൾ 1.5 വർഷമായി അതില്ലാതായിട്ട്. അതാണ് എൻ്റെ അടുത്ത ഉടമ്പടിയിലെ സാക്ഷ്യം. പിന്നെ കിട്ടിയത് ആത്മീയപരമായിട്ടാണ്. അതായത് കുറേ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാനുള്ള വഴി ദൈവവും മാതാവും തുറന്നു തന്നിരുന്നു. പണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ അന്വേഷിക്കുക പോലും ചെയ്യാറില്ല. ഇപ്പോൾ അമ്മ മാതാവ് വഴി, എൻ്റെ ഫ്രണ്ട്സ് വഴിയും എനിക്ക് പലരെയും സഹായിക്കാനുള്ള അവസരം കിട്ടാറുണ്ട്. ഞാൻ ഗ്രോസറിക്കുള്ള കാശ് കൊടുക്കാറുണ്ട്. അവിടെയാണെങ്കിൽ ഫുഡ് ബാങ്കിലേക്ക് ഫുഡ് ഡൊണേറ്റ് ചെയ്യാറുണ്ട്. ശുദ്ധീകരണ സ്ഥലത്ത് ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥനയും ഞാൻ കുർബാനയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ എല്ലാ ആഴ്ചയും തന്നെ ഞാനൊന്നും ചെയ്യാതെ തന്നെ മാതാവ് എനിക്ക് വഴിയൊരുക്കി തരാറുണ്ട്. എൻ്റെ ഫ്രണ്ട്സിലൂടെ, എൻ്റെ ഫാമിലി മെമ്പേഴ്സിലൂടെ പലരുമായിട്ട് ഞാൻ അനുഗ്രഹങ്ങൾ ചോദിച്ചു വാങ്ങണ പോലെ എനിക്ക് മാതാവ് ഇങ്ങനെ തുറന്നു തരായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഉടമ്പടിയിൽ തന്നെ എൻ്റെ ആദ്യത്തെ നിയോഗം ഉടമ്പടിയിൽ നിലനിൽക്കാനായിരുന്നു. അത് മാതാവ് ചെയ്തു തരുമായിരുന്നു. പിന്നെ പ്രത്യക്ഷീകരണ പ്രവർത്തികൾ എന്ന് പറയുന്നത് ഞാൻ വാട്സാപ്പ് സ്റ്റാറ്റസുകൾ ഇടാറുണ്ട്. യൂട്യൂബിൽ ഉടമ്പടി ധ്യാനങ്ങൾ ഷെയർ ചെയ്യായിരുന്നു. ഇങ്ങനത്തെ സാക്ഷ്യങ്ങളൊക്കെ ഷെയർ ചെയ്യായിരുന്നു. വചനങ്ങൾ ഷെയർ ചെയ്യായിരുന്നു. അങ്ങനെ വചനങ്ങൾ കൂടുതൽ വായിക്കാനും തുടങ്ങിയിരുന്നു. ആ വായിക്കുമ്പോൾ ഒക്കെ എനിക്ക് ദൈവം സംസാരിക്കണ പോലെ പല ജീവിത പ്രശ്നത്തിലും സംഭവിക്കാറുണ്ട്. എന്തെങ്കിലും ചെറിയ പ്രശ്നം വന്നാൽ അതിൽ ദൈവത്തിൻ്റെ ഇടപെടൽ വചനങ്ങളിലൂടെ ഉണ്ടാവാറുണ്ടായിരുന്നു. അതിലൊന്നാണ് എൻ്റെ അപ്പയുടെ ചികിത്സ. അപ്പയ്ക്ക് ഇമ്മ്യൂണൈസേഷൻ തെറാപ്പി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ്. 17 സൈക്കിൾസ് കഴിഞ്ഞ്
കഴിഞ്ഞു. അപ്പ പൂർണ്ണമായി ക്യാൻസറിൽ നിന്ന് മോചിതനായി. പക്ഷേ US വെച്ച് അപ്പയ്ക്ക് സഡനായിട്ടൊരു സ്ട്രോക്ക്. ആൾ ഭയങ്കര ഹാപ്പിയുള്ള ഒരു ദിവസമായിരുന്നു. ആൾക്ക് സ്ട്രോക്ക് സംഭവിച്ചു. ഞങ്ങൾ വിചാരിച്ചു എന്തിനാണ് മാതാവ് ഇങ്ങനെ ചെയ്തതെന്ന്. അന്ന് ഏപ്രിൽ 1-2 ദിവസങ്ങളായിരുന്നു. ഈസ്റ്ററിൻ്റെ വെള്ളിയാഴ്ചയായിരുന്നു. ആ സമയത്തുള്ള ഡെയിലി ബ്രെഡിലൊക്കെ ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിൽ പറയാറുണ്ട്, ശുഭമാക്കുക എന്ന് പറയണത് ലോകത്തിലുള്ളതല്ല, നിത്യജീവിതത്തിലുള്ളതാണ്. അതങ്ങനെ എല്ലാ ദിവസവും അങ്ങനത്തെ വചനങ്ങൾ തന്നെയായിരുന്നു കിട്ടിയിരുന്നത്. ദൈവത്തിന് അപ്പേനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ വിട്ടുകൊടുക്കുകയായിരുന്നു അപ്പേനെ ദൈവത്തിലേക്ക്. ഇന്നലെ അപ്പയുടെ ഫ്യൂണറൽ സർവീസസ് കഴിഞ്ഞു. അതുകൊണ്ടാണ് സാക്ഷ്യം പറയാൻ വൈകിയത്. ഇന്ന് വന്ന് സാക്ഷ്യം പറയുന്നു. എല്ലാത്തിനും അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എന്നും പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി ഞങ്ങളെ ഉയർത്തണമേ.